ഇന്ന് നമ്മൾ ഹലോ മലയാളത്തിൽ വിശകലനം ചെയ്യുന്ന വാർത്ത കോഴിക്കോട് ജില്ലയിൽ ബി.ജെ.പി. അധ്യക്ഷനെതിരെ പ്രവർത്തകർ രംഗത്തെത്തിയതോടെ ഡീൽ ആരോപണം ശക്തമാക്കുകയാണ് CPIM. വടകര, നാദാപുരം ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ നടന്നു എന്നാണ് CPIMന്റെ ആരോപണം. അതേസമയം ബി.ജെ.പി. വിമതശല്യത്തിന്റെ ബാക്കി പത്രമാണ് വടകരയിലെ തർക്കമെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. വോട്ടെണ്ണലിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ CPIM ഡീൽ ആരോപിക്കുന്നതിന് പിന്നിൽ എന്തെന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, എന്തായിരിക്കും കാരണം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമ്മൾ കണ്ടതാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡീൽ ആരോപണം നേരിട്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതായത് കോൺഗ്രസ് ആണ് ആരോപണം ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസ് പറഞ്ഞിരുന്നത് BJPയും CPMും തമ്മിൽ ഡീൽ നടക്കുന്നു. കാസർഗോഡും മഞ്ചേശ്വരത്തും പാലക്കാടും റാന്നി, കോന്നി തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 10ഓളം മണ്ഡലങ്ങളിൽ CPMുമായി BJPക്ക് ഡീലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വടകരയിലും നാദാപുരത്തും കോൺഗ്രസുമായി BJPക്ക് ഡീലുണ്ട്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം 9ഓളം പ്രവർത്തകരെ, പ്രാദേശിക നേതാക്കളെ പുറത്താക്കിയത് എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ വടകരയിലും നാദാപുരത്തും അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ BJPയിൽ നിന്ന് തന്നെ വിമതന്മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വടകരയിൽ അവിടുത്തെ പ്രാദേശിക നേതാവായ ശ്യാം രാജും അതോടൊപ്പം തന്നെ നാദാപുരത്ത് പത്മകുമാറുമാണ് ഉണ്ടായിരുന്നത്. ശ്യാം രാജിന്റെ പത്രിക തള്ളിപ്പോയി. നാദാപുരത്താണെങ്കിൽ വിമത സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവർക്ക് രണ്ടുപേർക്കെതിരെയും BJP നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടാണ് ലഭിച്ചത്. 2016-ൽ 13,000-ഓളം വോട്ട് ലഭിച്ചു. നാദാപുരത്തും സമാന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ BJPയുടെ ഒരു വലിയ ശക്തി കേന്ദ്രം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല വടകരയും നാദാപുരവും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ 7,000-ഓളം വോട്ടുകൾ മാത്രമാണ് BJPക്ക് വടകരയിൽ ലഭിച്ചത്. നാദാപുരത്ത് 13,000-ഓളം വോട്ട് ലഭിച്ചു. എന്തായാലും നാദാപുരത്ത് അതിശക്തമായ മത്സരമാണ് LDFും UDFും തമ്മിൽ നടക്കുന്നത്. അവിടെ ആർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. സാധാരണ അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ മാറ്റമുണ്ട് എന്ന് LDF തന്നെ വിലയിരുത്തുന്നു. അതുകൊണ്ട് BJPയിൽ നിന്നും വലിയ തോതിലുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടായാൽ അത് UDFന് ഗുണം ചെയ്യുമെന്നതാണ് CPMന്റെ ഒരു വിലയിരുത്തൽ, LDFന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ അത്തരത്തിലൊരു ഡീൽ ആരോപണവുമായി CPM വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.